നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഈ ലോകത്ത് നിന്ന് പരലോകത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തിരി മിതപ്പെടുത്തി പറഞ്ഞതാണ്, കാര്യം മനസ്സിലായല്ലോ. ബ്രൂട്ടലായിട്ട് തീർത്ത് കളയുന്നു. ഇത് സംഭവിക്കുന്നത് ഒരു തവണയല്ല, 10 തവണയല്ല, 100 തവണയല്ല, അനന്തമായി ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വേറെ ആളുകളെയല്ല ഇങ്ങനെ പരലോകത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. എ എന്ന വ്യക്തി ബി എന്ന വ്യക്തിയെ ഒരുപാട് തവണ പരലോകത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. അതങ്ങോട്ട് ശരിയാവില്ലല്ലോ. നമ്മുടെ റിയാലിറ്റിയിലൊക്കെ ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ അത് അവസാനിച്ചു. പിന്നെയും മരിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കഥയിലെ റിയാലിറ്റിയിൽ ഇത് പോസിബിൾ ആണ്. എന്താ സംഭവം, എങ്ങനെയാണ്, ഏതാണെന്നൊക്കെ വഴിയേ നമുക്ക് മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള കൂടുതൽ കഥകൾ കേൾക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കുമല്ലോ. നമ്മുടെ കഥാനായിക ഐറീൻ രാത്രി തീയൊക്കെ കാഞ്ഞിങ്ങനെ പുറത്ത് നിൽക്കുന്നത് കാണിച്ചാണ് സിനിമ തുടങ്ങുന്നത്. തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് പതിവല്ലേ. പക്ഷേ ഇവിടെ തീ ഒരല്പം കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. ഇത്രയ്ക്ക് അങ്ങോട്ട് കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇത് ശരിക്കും ഒരു മനുഷ്യനാണ് ഇവളിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കാണിച്ചു തരുന്നത്. ഏതോ ഒരാളെ പിടിച്ചുകൊണ്ട് വന്ന് കസേരയിൽ കെട്ടിയിട്ട് കത്തിച്ചു കൊല്ലുന്നു. അവളുടെ കണ്ണുകളിൽ പ്രതികാരമാണ്. ഒരു തരി പോലും സംശയമോ ആശങ്കയോ ഇല്ലാതെ അയാൾ വെന്തുരുകി ചാവുന്നത് നോക്കി നിന്ന് കാണുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കഥാനായിക ഐറീനെ മറ്റേതോ വ്യക്തി കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതാണ്. അയാൾക്കാണെങ്കിൽ ഐറീനേക്കാളും മസിൽ മാസ് കൂടുതലാണ്. സോ രക്ഷപ്പെടാൻ അത്ര എളുപ്പമല്ല. കുറച്ചധികം ബുദ്ധിമുട്ടിയെങ്കിലും പുള്ളിക്കാരി ഒരു വിധത്തിൽ അങ്ങേരെ അടിച്ചു വീഴ്ത്തിയിട്ട് ഗണ്ണെടുത്ത് അയാളെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞു. ദെൻ അവിടെ ഇരുന്നൊരു പെട്ടി തുറന്നു നോക്കി. അതിനകത്തൊരു തോക്ക്, മരുന്ന് കുപ്പി, ബട്ടൺസ്, എന്തൊക്കെയോ ചെറിയ ടോയ്സ്, ഇതൊന്നും കൂടാതെ നമ്പർ ഇട്ട് മുടികൾ കെട്ടിവെച്ചിരിക്കുന്നു. 1 മുതൽ 12 വരെ മുടിക്കെട്ടുകൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിൽ 12 എന്ന് എഴുതി കെട്ടിവെച്ചിരിക്കുന്ന മുടിക്കെട്ടെടുത്ത് ഐറീൻ വിഷമത്തോടെ അതിൽ നോക്കുന്നത് കാണാം. അങ്ങനെയെങ്കിൽ ഇത് ഐറീന് വേണ്ടപ്പെട്ട ആരുടെയോ മുടിയാവാനാണ് സാധ്യത. ഇത് നോക്കി വിഷമിച്ച് കരയണമെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഐറീന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ അതൊരു കൊലപാതകമാകാം. ആ വ്യക്തിയെ കൊന്നു കളഞ്ഞവനെ ആയിരിക്കാം ഐറീൻ ഇപ്പോൾ കൊന്നു കളഞ്ഞത്. അതായത് 12 ആളുകളെ കൊന്ന് അവരുടെ മുടിയെടുത്ത് ഇങ്ങനെ കെട്ടിവെച്ചിരുന്ന ഒരു സൈക്കോയാണ് ഐറീൻ ഇപ്പോൾ തീർത്ത് കളഞ്ഞത്. ഇതൊരു റിവെഞ്ചാണ്. തന്റെ വേണ്ടപ്പെട്ട ആരെയോ കൊന്നു കളഞ്ഞ ഒരു കില്ലറെ, ഒരു സീരിയൽ കില്ലറെ ഇവളിപ്പോൾ തീർത്ത് കളഞ്ഞു. ഈ കൊലപാതകത്തിന് ശേഷം പുള്ളിക്കാരി അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഒരു ഡ്രിങ്ക് ഓർഡർ ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൾ തൊട്ടു മുമ്പ് കൊന്നു കളഞ്ഞ പുള്ളിക്കാരൻ ദേ അവിടെ നിൽക്കുന്നു. ഇങ്ങനെ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. അതായത് മരിച്ചുപോയ മനുഷ്യൻ ദേ ഇവിടെ ജോലി ചെയ്യുന്നു. അയാൾ ആ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുള്ള പെൺകുട്ടികളെ ശ്രദ്ധിക്കുന്നതൊക്കെ ഐറീൻ നോക്കുന്നുണ്ട്. ഇന്നേരം ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ വന്ന്, മോളെ എന്താ കഴിക്കാൻ വേണ്ടേ? നോക്കിക്കോ, അതിനകത്തുണ്ട്. ആ മെനുവിലെ ഫസ്റ്റ് പേജിൽ നിന്ന് എന്തെങ്കിലും സെലക്ട് ചെയ്തോ. ലാസ്റ്റ് പേജിലുള്ള സാധനങ്ങളൊന്നും വരുമ്പോൾ അതുപോലെ ആയിരിക്കില്ല. നമ്മുടെ ഐറീൻ ഇവർ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും അതിനത്ര ശ്രദ്ധ അങ്ങോട്ട് കൊടുക്കുന്നില്ല. ആ പുറകിൽ നിൽക്കുന്ന ഇവൾ നേരത്തെ കൊന്നു കളഞ്ഞ വ്യക്തിയെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. അയാൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കണ്ട്, ഇല്ല എനിക്കൊന്നും വേണ്ട, കുഴപ്പമില്ല, താങ്ക്സ് ഡബ് എന്നും പറഞ്ഞ് ഇവള് പുറത്തിറങ്ങും. ഡബ് എന്നത് ഇവിടെ വർക്ക് ചെയ്യുന്ന ഈ പുള്ളിക്കാരിയുടെ പേരാണ്. ഇവർ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവർ തമ്മിൽ പേര് പറഞ്ഞ് പരിചയപ്പെട്ടിട്ടില്ല. സ്റ്റിൽ ഐറീൻ്റെ ഇവളെ പേര് വിളിച്ചിരിക്കുന്നു. ഇവൾക്ക് എങ്ങനെ തന്നെ അറിയാവുന്നുള്ള ആശങ്കയിൽ ഡബ്ബും. ഐറീൻ ഓൾറെഡി കൊന്നു കളഞ്ഞിട്ടും പിന്നെയും ഇപ്പോഴും ജീവനോടെയുള്ള ഈ പുള്ളിക്കാരൻ്റെ പേരാണ് നെവിൽ. 12 ആളുകളെ കൊന്നു കളഞ്ഞ സൈക്കോപാത്ത് നെവിൽ. അയാൾ കാറിൽ കയറി പോകുമ്പോൾ ഫോളോ ചെയ്ത് അയാളുടെ വീട്ടിലെത്തി. ദാണ്ടെ ഐറീൻ്റെ കയ്യിലുള്ള താക്കോൽ ഉപയോഗിച്ച് അയാളുടെ വീട് തുറന്നു. ഓൾറെഡി അങ്ങേരുടെ വീടിൻ്റെ താക്കോലൊക്കെ സംഘടിപ്പിച്ച് വെച്ചിരുന്നു. അകത്ത് കയറി നെവിൽ അവസാനമായി കൊലപ്പെടുത്തിയ 12ാമത് അങ്ങേര് കൊലപ്പെടുത്തിയ ആ വ്യക്തിയുടെ മുടിക്കെട്ടെടുത്ത് ഇവന് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്ത് അവളുടെ ബോഡി എവിടെ, അന്നയുടെ ബോഡി എവിടെയെന്ന്. 14 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കൊച്ചിന്. അവളെ നീ കൊന്നു കളഞ്ഞില്ലേടാ എന്ന് ചോദിച്ച് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഗണ്ണ് തട്ടി മാറ്റി. എന്നാലും മൈറിയൻ്റെ കയ്യിൽ എക്സ്ട്രാ ഒരു കത്തി ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് അങ്ങേരെ കുത്തിയിട്ട് വീണ്ടും ഗണ്ണെടുത്ത് അയാളെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞു. അതിനുശേഷം പിന്നെ നമ്മുടെ ഹീറോയിൻ നെവിൽ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ വന്നു. ഡബ് ഇവളുടെ അടുത്ത് വന്ന് കഴിക്കാൻ എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവൾ നെവിലിനെ പറ്റിയാണ് ചോദിക്കുന്നത്. സെയിം ടൈം മറ്റൊരു കസ്റ്റമർ അവരുടെ ബർഗറിലും മുടി കണ്ടു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. സോ ഡബ് ആ വഴിക്ക് പോയി. അപ്പോൾ ഇവൾ ഓൾറെഡി 2, 3, 4 എത്രയോ തവണ കൊന്നു കളഞ്ഞ് നെവിൽ വന്ന് ഇവൾക്ക് കോഫി ഒഴിച്ചു കൊടുക്കുന്നു. സമയം ഒട്ടും കളഞ്ഞില്ല. ഗണ്ണെടുത്ത് അവിടെ വെച്ച് തന്നെ അയാളെ വീണ്ടും കൊന്നു കളഞ്ഞു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഞെട്ടിപ്പോയി. സെയിം ടൈം ഒരു പോലീസുകാരനും അങ്ങോട്ട് കയറി വരുന്നുണ്ട്. സംഭവം മനസ്സിലാക്കി അയാൾ നമ്മുടെ ഹീറോയിന് നേരെ ഷൂട്ട് ചെയ്യുമ്പോൾ വെടികൊള്ളാതെ രക്ഷപ്പെട്ടോടി അടുത്തുള്ള പെൻസ്കെ എന്നൊരു ട്രക്ക് റെന്റൽ സർവീസിൽ ചെന്ന് അവിടുന്ന് ഒരു പിക്കപ്പ് ട്രക്ക് എടുത്ത് പോലീസ് ചേസ് ചെയ്ത് വരുമ്പോൾ രക്ഷപ്പെട്ടു പോവാണ്. ഓൾറെഡി ഇവളുടെ കയ്യിൽ ഒരുപാട് താക്കോലുകളുണ്ടായിരുന്നു. ഇപ്പൊ രക്ഷപ്പെട്ടു പോകുന്ന പിക്കപ്പ് ട്രക്കിന്റെ താക്കോലും പുള്ളിക്കാരി നേരത്തെ എങ്ങനെയോ സേവ് ചെയ്ത് വെച്ചിരുന്നു. പോലീസ് ചേസ് ചെയ്ത് വട്ടം പിടിക്കുന്നുണ്ടെങ്കിലും ഐറീൻ വണ്ടിയിൽ നിന്നിറങ്ങി ഓടിപ്പോകുന്ന വഴിയിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മച്ചിയൊക്കെ കാണാം. അവിടെയുള്ള നായകളെയല്ല ഓണറിനെയാണ് പേടിക്കേണ്ടത് എന്നൊക്കെ ബോർഡും വെച്ച് വെറുതെ അങ്ങനെ ഇരിപ്പാണ്. നമ്മുടെ ഹീറോയിൻ ആവട്ടെ ഓടി ഒരു റൂമിനകത്ത് കയറി. അതിനകത്തൊരു പ്രത്യേകതരം ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്ത് കയറി പോലീസ് ചുറ്റി വളഞ്ഞ് ഡോർ ബ്രേക്ക് ചെയ്ത് അകത്ത് കയറാൻ തുടങ്ങിയപ്പോൾ ഡോറൊക്കെ തനിയെ പൊട്ടിത്തെറിച്ച് അകത്തേക്ക് വീണു പോകുന്നു. വല്ലാത്ത രീതിയിൽ ഒരു പൊട്ടിത്തെറി. റൂമിനകത്ത് നോക്കിയപ്പോൾ ഐറീനെയും കാണാനില്ല, ആ ബോക്സും കാണാനില്ല. പോലീസുകാരാകെ കൺഫ്യൂസ്ഡ് ആയി. അവൾ ഓടി വന്ന് ഈ റൂമിനകത്താണ് കയറിയത്. ഇവിടുന്ന് ഒരു വഴിയും അവൾ പുറത്തു പോയിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവളെ കാണാനില്ല. അവിടുന്ന് കാണാതായ നമ്മുടെ ഐറീൻ അതേ റൂമിൽ അതേ ബോക്സിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു.
ഇത്തവണ ചുറ്റുപാടും പോലീസും ബഹളവും ഒന്നുമില്ല. അതായത് പോലീസും ബഹളവും ഒന്നുമില്ലാത്തൊരു ടൈമിലേക്ക് അവൾ ട്രാവൽ ചെയ്ത് വന്നിരിക്കുകയാണ്. അവൾ യൂസ് ചെയ്ത ബോക്സ് ഇത്തരത്തിൽ ട്രാവൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഷീനാണ്. ജസ്റ്റ് ഒരു ടൈം ട്രാവൽ മാത്രമല്ല നടന്നിരിക്കുന്നത്, മൊത്തം റിയാലിറ്റിയെ ചേഞ്ച് ആയി. ഇവളിപ്പോൾ ഒരു റിയാലിറ്റിയിൽ നിന്ന് മറ്റൊരു റിയാലിറ്റിയിലേക്ക് ട്രാവൽ ചെയ്ത് വന്നതാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇവൾക്ക് പലതവണ നെവിലിനെ കൊല്ലാൻ സാധിച്ചതെന്ന്? ആദ്യം കത്തിച്ച് കൊന്നതും പിന്നെ അങ്ങോട്ട് വെടിവെച്ച് കൊന്നതും ഒക്കെ പല പല റിയാലിറ്റികളിൽ നടന്ന സംഭവമാണ്. ഈ ഒരു മൾട്ടിവേഴ്സിൽ പല പല റിയാലിറ്റികളിലേക്ക് ട്രാവൽ ചെയ്ത് അവിടെയുള്ള നെവിലുകളെ കൊന്നുകളയുന്നു. ഇതിനോടകം ഒത്തിരി റിയാലിറ്റികളിലേക്ക് ട്രാവൽ ചെയ്ത് ഒരുപാട് നെവിലുകളെ ഇവൾ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തുടർച്ചയായി ചെയ്ത് ഇവൾക്കിപ്പോൾ ഒരു അഡിക്ഷനായി. ഇവൾക്കിപ്പോൾ റിവെഞ്ച് എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഐറീന്റെ റിയാലിറ്റിയിൽ ഇവളുടെ മകൾ അന്നയെ അവൻ കൊന്നുകളഞ്ഞു. അതിന് പ്രതികാരമായി അവനെ കൊന്നു. പിന്നെ അങ്ങോട്ട് തന്റെ മകൾ ജീവനോടെയുള്ള റിയാലിറ്റികൾ തേടി ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതാവാം. എന്നാൽ ട്രാവൽ ചെയ്ത് ചെല്ലുന്ന ഓരോ റിയാലിറ്റിയിലും നെവിൽ ഇവളുടെ മകളെ ഓൾറെഡി കൊന്നിട്ടുണ്ട്. ചിലതിലൊക്കെ ഐറീൻ പോലും ജീവനോടെയില്ല. അങ്ങനെയായപ്പോൾ തന്റെ മകളെ കൊന്നുകളഞ്ഞ അവനെ, ആ സൈക്കോ നെവിലിനെ കൊന്നുകളയുക, എല്ലാ റിയാലിറ്റിയിലും അവനെ കൊന്നുകളയുക എന്നുള്ള ഉദ്ദേശത്തോടെ അവനെ അങ്ങ് കൊല്ലാൻ തുടങ്ങി. ഇവളിങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്നു, നെവിൽ അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ട്രാവൽ ചെയ്തിട്ടുള്ള പല പല യൂണിവേഴ്സുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള താക്കോലുകൾ, പണം, തോക്ക്, ബുള്ളറ്റ്സ്, നെവിലിനെ കീഴ്പ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ പുള്ളിക്കാരുടെ പക്കലുണ്ട്. ഇവളുടെ മകളെ ഇനി ഏതെങ്കിലും യൂണിവേഴ്സിൽ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റുമോ, വീണ്ടും ഒന്നു ചേരാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പുള്ളിക്കാരി ഇതിന് അഡിക്റ്റ് ആയിപ്പോയി. ഇപ്പോൾ ഇവൾക്ക് റിവെഞ്ച് എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ പുതിയ റിയാലിറ്റിയിൽ ഇവിടുത്തെ ഐറീന്റെ വീട്ടിലേക്കാണ് ഇവൾ ചെല്ലുന്നത്. വീടിന്റെ അവസ്ഥ കണ്ടിട്ട് ഈ റിയാലിറ്റിയിലെ ഐറീൻ മരിച്ചതാവാനാണ് സാധ്യത. ഇവളുടെ മകൾ അന്ന വളർന്നു വരുന്നതനുസരിച്ച് ഓരോ പ്രായത്തിലും കൊച്ചിന്റെ ഹൈറ്റ് ഒക്കെ അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതും കുട്ടി ഉപയോഗിച്ച സാധനങ്ങളും ഇവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ഒക്കെ ഓർത്ത് കുറേ സമയം അങ്ങനെയും വിഷമിച്ചിരിക്കുന്നുണ്ട്. ദെൻ ബാറിൽ ചെല്ലും. അവിടെ ജോനത്തൻ എന്നൊരു വ്യക്തിയെ മീറ്റ് ചെയ്യും. ലൈറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചാണ് ഓടി ചെല്ലുന്നത്. എന്നാൽ ഈ പുള്ളിക്കാരൻ 2 ആഴ്ച മുമ്പേ വലി നിർത്തിയിരുന്നു, വേണേ നിക്കോട്ടിൻ ഗമ്മ് കൊടുക്കാമെന്ന്. ഇതിനു മുന്നേ മറ്റു പല റിയാലിറ്റികളിലും ഇവനെ മീറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെയും ആ പതിവ് തെറ്റിക്കുന്നില്ല. ജോനത്തനെ മീറ്റ് ചെയ്തു. അവനിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെങ്കിലും അവൾക്ക് അങ്ങനെയല്ലല്ലോ. അവനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇവൾക്ക് അറിയാം. അവന്റെ ഫേവറേറ്റ് ഡ്രിങ്കും ഓർഡർ ചെയ്ത് രണ്ടാളും നല്ല രീതിയിൽ സംസാരിക്കുന്നു. ഇതിനിടെ നമ്മുടെ ഐറീനെ തിരിച്ചറിഞ്ഞ ഒരു സ്ത്രീ ഇവളുടെ അടുത്ത് വന്ന്, ഐറീൻ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ ബേക്കറിന്റെ ഭാര്യ. ഓർക്കുന്നില്ലേ നീ 9ാം ക്ലാസ്സിൽ ആൾജിബ്ര? നമ്മുടെ ഐറീൻ ആളെ മനസ്സിലായെങ്കിലും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പരിചയം പുതുക്കാൻ പറ്റിയ ഒരു അവസ്ഥയല്ലല്ലോ. ഐ ആം സോറി, നിങ്ങൾ ആരാണ്? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും ആയിരിക്കും ഉദ്ദേശിച്ചത്. എന്നാലും ആ സ്ത്രീ ഐറീന്റെ മകൾ മരിച്ച കാര്യവും മറ്റുമൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇനി അവിടെ നിന്നാ കുഴപ്പമാകുമെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് നമ്മുടെ ഐറീൻ പുറത്തിറങ്ങി. ജോനത്തനും പുറകെ വന്നു. പുള്ളിക്കാരന് ചെറിയ ചില സംശയങ്ങളൊക്കെ തോന്നിയെങ്കിലും ഇവളാവട്ടെ അവൻ സ്മോക്കിംഗ് ഉപേക്ഷിച്ചത് വളരെ നന്നായി, നല്ലൊരു തീരുമാനമാണ്, അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തിട്ട് ഒരു വഴിക്ക് അങ്ങ് പോയി. ദെൻ അടുത്ത യൂണിവേഴ്സിൽ ചെന്നു. ഇത്തവണ ജോനത്തനുമായിട്ട് സംസാരിച്ചപ്പോൾ ഇവളെ പരിചയമുള്ള ആരും കയറി വന്നില്ല. അവന്റെ കൂടെ കുറച്ച് സമയം കാറിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാ തവണയും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാറ്. ഇതിനു മുമ്പ് തങ്ങൾ കണ്ടിട്ടുണ്ട്, കുറേ നാൾ മുമ്പ് തൊട്ടേ തങ്ങൾ കണ്ടു വരുന്നുണ്ട്, ബാറിൽ പോയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവള് പറയുന്നുണ്ട്. ബട്ട് ഇതൊന്നും ജോനത്തിന് മനസ്സിലാവില്ലല്ലോ. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അവനോട് തുറന്നു പറഞ്ഞു. തന്റെ മകൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, കൊല ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു യൂണിവേഴ്സ് തേടിയാണ് ഇവള് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയും തനിക്ക് അങ്ങനെ ഒരു യൂണിവേഴ്സ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എല്ലാ യൂണിവേഴ്സിലും തന്റെ മകളെ ഒരുത്തൻ കൊന്നിട്ടുണ്ട്. അവനെ ഇങ്ങനെ കൊന്ന് റിവെഞ്ച് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ അവളുടെ റൂട്ടീൻ പോലെ ആയി മാറി എന്നൊക്കെ ഭയങ്കര വിഷമത്തോടെ ആ ഒരു ഇമോഷനിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം ജോനത്തൻ കേൾക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം അവന്റെ റിയാലിറ്റിയിൽ ഇങ്ങനെ ഒരു സംഭവമില്ല. ടെക്നോളജിക്കലി ഇത്രമാത്രം അഡ്വാൻസ് ആയിട്ടുള്ളത് നമ്മുടെ ഹീറോയിന്റെ യൂണിവേഴ്സാണ്. ഈ യൂണിവേഴ്സുകളൊന്നും അത്രമാത്രം വന്നിട്ടില്ലാത്തത് കൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. ദെൻ നെവിലിനെ തേടി പോകുന്നു. അവൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ ചെന്നപ്പോൾ ഇന്ന് അവന് വയ്യായിരുന്നു, അതുകൊണ്ട് വന്നില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരെ വീട്ടിൽ ചെന്നപ്പോഴോ അവിടെയും അവനില്ല. അവൻ എവിടെയോ പോയിരിക്കുവാണ്. എവിടെ പോയാലും തിരിച്ചു വരട്ടെ, നമുക്ക് സമയമുണ്ടല്ലോ, വന്നിട്ട് കൊന്നിട്ടേ പോകുന്നുള്ളൂ എന്നുള്ള മട്ടിലെ ഹീറോയിൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീടിനകത്തുനിന്ന് എന്തോ ഒരു അനക്കം കേട്ടിട്ട് അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ നെവിലല്ല, പകരം ഒരു പെണ്ണ് അതിനകത്ത്. ഓൾറെഡി 12 പെൺകുട്ടികളെ കൊന്നു കഴിഞ്ഞു. അടുത്തതായിട്ട് 13ാമതായിട്ട് അവൻ കൊല്ലാൻ പിടിച്ചു വെച്ചിരിക്കുന്ന പെൺകുട്ടി. ആ കുട്ടി ഒരുമാതിരി പാനിക് ആയിരുന്നത് കൊണ്ട് നമ്മുടെ ഹീറോയിനെ കണ്ടപ്പോൾ ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നാലും ഐറീൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും നെവിൽ കയറി വന്നു. ഐറീൻ അവന് നേരെ ഷൂട്ട് ചെയ്തെങ്കിലും വെടിയൊന്നും കൊള്ളാതെ ഒരു വിധത്തിൽ ഒഴിഞ്ഞു മാറി അവൻ ഒരു വഴിക്കങ്ങ് പോയി. തൽക്കാലത്തേക്ക് അവൻ രക്ഷപ്പെട്ടു. ഇപ്പൊ രക്ഷപ്പെട്ടെന്ന് കരുതി നമ്മുടെ ഹീറോയിൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല, തേടി പിടിച്ച് കൊന്നിരിക്കും. ഏതായാലും ഇപ്പൊ ഇവിടെ വന്നതുകൊണ്ട് ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റിയല്ലോ. രണ്ടാളും തിരികെ പോകുന്നു. ഈ പെൺകുട്ടിയുടെ പേരാണ് മിയ. കുട്ടിക്ക് ഇത്തിരി ഏറെ നിർബന്ധ ബുദ്ധിയുള്ള വാശിക്കാരിയായിട്ടുള്ളൊരു കുട്ടിയാണ്. ഐറീൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തു. ഇവൾക്ക് വേണ്ടപ്പെട്ടവരെന്ന് പറയാനായിട്ട് ആരുമില്ല. ഒരു ഗ്രൂപ്പ് ഹോമിലാണ് വളർന്നത്. അവിടെയുള്ള കുട്ടികളൊക്കെ ഭയങ്കര അലമ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുന്നതിനിടെയാണ് ആ സൈക്കോ ഇവളെ പിടിച്ചുകൊണ്ട് പോയത്. അവനെ കൊല്ലാൻ വേണ്ടിയാണ് ഐറീൻ ആ വീട്ടിലേക്ക് ചെന്നതെന്ന് മിയയ്ക്കും മനസ്സിലായി. ഇടയ്ക്കിടെ ഒളിക്കാനും മറ്റുമൊക്കെ ആയിട്ട് നെവില് എക്കോ കാനിയൻ എന്നൊരു സ്ഥലത്ത് പോകാറുണ്ട്. അവിടെയാണ് അവന്റെ ഒളിസങ്കേതം എന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസും അറിയാലോ. അവനെ പറ്റി ഇത്രയൊക്കെ കാര്യമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. എത്ര നാളായിട്ട് അവനെ കൊല്ലാൻ നോക്കുക. ഞാനും കൂടെ കൂടട്ടെ, നമുക്ക് ഒരുമിച്ച് അവനെ കൊല്ലാം. ഇവളുടെ ആവേശമൊക്കെ കൊള്ളാം, പക്ഷെ ഇവളെ കൂടെ കൂട്ടാൻ പറ്റത്തില്ല. കൂടിപ്പോയാൽ ഇവൾക്കൊരു 15 വയസ്സ് കാണും.
കാണും. മിയ ഇത്രയും നാൾ ജീവിച്ചിരുന്ന ആ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തന്റെ പണി നോക്കാവുന്നായി ഐറീൻ. മിയ കുറെ തർക്കിക്കുന്നൊക്കെ ഉണ്ട്. നെവിലിനെ ഇല്ലാതാക്കണം, അത് തനിക്ക് നേരിട്ട് കാണണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഐറീൻ സമ്മതിച്ചില്ല. എന്നാൽ ശരി, അങ്ങനെ ആവട്ടെ, എന്തായാലും ഇവളെ വീട്ടിൽ കൊണ്ടുവിടണ്ട, ഇവള് നേരത്തെ സ്റ്റേ ചെയ്ത സ്ഥലത്ത് കൊണ്ടുവിടണ്ട, തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ അവരോട് പറയാവുന്നായി. പോകുന്നതിന് മുമ്പ് ഐറീനോട് കുറച്ച് പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. ഐറീനും അവളുടെ ബാഗിൽ നിന്ന് എടുത്തോളാൻ പറഞ്ഞു. അവിടുന്ന് രക്ഷപ്പെടുത്തിയതിനും ഫുഡ് വാങ്ങി കൊടുത്തതിനും ചെയ്തു തന്ന സഹായങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞ് പുള്ളിക്കാരി അങ്ങനെ തിരികെ പോവാണ്. ഐറീൻ അവളുടെ വാഹനത്തിന്റെ സൈഡ് മിററിലൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ മിയയുടെ കയ്യിൽ ഒരു ഗണ്ണുണ്ട്. ഐറീന്റെ ബാഗിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. പണം എടുക്കുന്ന കൂട്ടത്തിൽ ഗണ്ണും അടിച്ചു മാറ്റി. നെവിലിനെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. നമ്മുടെ ഹീറോയിൻ പുറകെ ചെല്ലുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും മിയ അവിടുന്ന് പോയിരുന്നു. പിറ്റേ ദിവസം ഷൂട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ക്യാനെല്ലാം നിരത്തി വെച്ച് ട്രിഗർ അമർത്തിയപ്പോഴാണ് പുള്ളിക്കാരിക്ക് മനസ്സിലാവുന്നത് ഗണ്ണിനകത്ത് ബുള്ളറ്റ് ഇല്ല. ബുള്ളറ്റ് വാങ്ങണമല്ലോ. നേരെ ഷോപ്പിൽ ചെന്നു. ഇവൾക്കാണെങ്കിൽ ആകെ 15 വയസ്സേ പ്രായമുള്ളൂ. ലീഗലി ഇവൾക്ക് ഗൺസോ ബുള്ളറ്റ്സോ ഒന്നും വാങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറേ നേരം അവിടെ അങ്ങനെ ചുറ്റിക്കറങ്ങി നടന്ന് വേറൊരാൾ എടുത്തു വെച്ച ബുള്ളറ്റും അടിച്ചു മാറ്റി ഓടി ഇറങ്ങി രക്ഷപ്പെട്ടു. ദെൻ നെക്കോ കാനിയനിലേക്ക് പോകുന്ന ഒരു സ്ത്രീയുടെ ട്രക്കിൽ കയറി അങ്ങോട്ട് പോവാണ്. നെവിലിന് ആ സ്ഥലത്ത് ഒളിസങ്കേതമുണ്ടെന്നൊക്കെ നമ്മുടെ ഐറീൻ ഇവളോട് പറയുന്നുണ്ടായിരുന്നല്ലോ. അവിടെ ചെന്ന് അവനെ കണ്ടുപിടിച്ച് കൊല്ലുക എന്നുള്ളതാണ് കൊച്ചിന്റെ ഉദ്ദേശം. ആരെ ബുദ്ധിയും കൊണ്ട് അങ്ങേറെടുത്തിയെന്ന് എന്താവും അറിയില്ല. അപകടം വിളിച്ചു വരുത്തത് തന്നെ. ഒരു തവണ രക്ഷപ്പെട്ടിട്ട് പിന്നെയും ചെന്ന് കയറി കൊടുക്കണ പോലെ. കുറേ ദൂരം മുന്നോട്ട് ചെന്ന് അവർ ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ കയറും. ഫുഡൊക്കെ കഴിക്കും. ഈ ഡ്രൈവർ ലേഡി അത്യാവശ്യം ഫ്രണ്ട്ലി ആണ്, കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ആ പുള്ളിക്കാരി മിയയുടെ പ്രായത്തിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊരു കഥയൊക്കെ പറയുന്നുണ്ട്. ഇതിനിടെ നമ്മുടെ ഹീറോയിനും അവിടെ എത്തി. മിയ നെവിലിനെ കൊല്ലാൻ ഉറപ്പിച്ച് തന്നെയാണെന്ന് ഹീറോയിൻ അറിയാം. അവനെ കണ്ടെത്താൻ മിയ എക്കോ കാനിയനിലേക്ക് പോകാൻ ശ്രമിക്കുമെന്ന് ഇവൾക്ക് ഗസ് ചെയ്യാൻ പറ്റി. അങ്ങനെ വീണ്ടും ഇരുവരും കണ്ടുമുട്ടി. ഇപ്പോഴും റിവഞ്ച് എടുക്കണം, അവനെ കൊല്ലണം എന്നുള്ള വാശി നിൽക്കുന്ന മിയയോട് ഇവൾ ആവുന്നേ പോകുന്നേ പറയുന്നുണ്ട്. തിരിച്ച് വീട്ടിൽ പോ, ഇത് ഞാൻ നോക്കിക്കോളാം നോക്കെ. എന്ത് ചെയ്താ കൊച്ചു സമ്മതിക്കുന്നില്ല. പ്രതികാരം ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒറ്റ വാശിയിലാണ്. റോഡിൽ കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവളെയും കൂടെ കൂട്ടി. പോയി രാത്രിയായി. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒരു കടയിലിറങ്ങി. അവിടുത്തെ മിയയുടെ മിസ്സിംഗ് പോസ്റ്ററൊക്കെ ഇവളെ കാണുവാനില്ല എന്നൊക്കെ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. ഇവൾ അതും എടുത്ത് പതിയെ പുറകോട്ട് മാറുന്നത് കണ്ടപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് എന്തോ ഒരു സംശയം. ആളടുത്ത് വന്നപ്പോൾ ഇവൾ പോസ്റ്റർ ഒളിപ്പിച്ചു. ഓൾറെഡി കയ്യിൽ എടുത്തു വെച്ചിരുന്ന വൈൻ ബോട്ടിലും ഒളിപ്പിക്കുന്ന പോലെ ആയിപ്പോയി. ഇത് കണ്ട അയാൾ എന്ത് വിചാരിക്കും? ഇവളത് മോഷ്ടിക്കാൻ ശ്രമിച്ചാണെന്ന് വിചാരിച്ച് ഇവളെ പിടിച്ചുകൊണ്ട് പോയി പോലീസിനെ വിളിക്കുവാണ്. നമ്മുടെ ഐറീൻ പറയുന്നുണ്ട് നിങ്ങൾ പോലീസിനെ വിളിക്കേണ്ട, പൈസ തരാമെന്നൊക്കെ. എന്നാൽ അയാൾ കേട്ട ഭാവം നടിച്ചില്ല. അന്നേരം കടയിലേക്ക് നെവില് കയറി വരുന്നു. അങ്ങനെ കണ്ടതും നമ്മുടെ ഹീറോയിൻ ഗണ്ണെടുത്ത് അയാൾക്ക് നേരെ ഷൂട്ട് ചെയ്തു. ആൾ ഒഴിഞ്ഞു മാറി തിരിച്ചും ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആകെ മൊത്തം പ്രശ്നമായി. കടയിലെ സ്റ്റാഫ് ഗണ്ണെടുത്ത് പോയിന്റ് ചെയ്തതേ പുള്ളിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും നെവിൽ അയാളെ ഷൂട്ട് ചെയ്ത് കൊന്നിരുന്നു. മിയ ആകെ പേടിച്ചിട്ട് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. നമ്മുടെ ഹീറോയിൻ അവളുടെ അടുത്ത് ചെന്ന് മിയ നോക്ക്, പേടിക്കണ്ട, ഒട്ടും പേടിക്കണ്ട, നമ്മുടെ വണ്ടിയില്ലേ, ഇതുവഴി ഇറങ്ങിപ്പോയി വണ്ടിയുടെ ബാക്കിൽ കയറ്, അവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ അങ്ങോട്ട് വന്നോളാം എന്നും പറഞ്ഞ് അവളെ പറഞ്ഞു വിട്ട് നെവിലിന് നേരെ ഷൂട്ട് ചെയ്യുന്നു. അപ്പോഴേക്കും അവിടെ പോലീസ് എത്തിയിരുന്നു. നെവിൽ അവിടെ കയ്യും പൊക്കി പോലീസിന്റെ മുന്നിൽ ചെന്ന് അകത്തൊരു ലേഡി ഉണ്ട്, അവൾ വെറുതെ ഷൂട്ട് ചെയ്യുന്നു, ഭ്രാന്താണ് അവൾക്ക് എന്നൊക്കെ. കിട്ടിയ അവസരത്തിൽ നമ്മുടെ ഹീറോയിൻ നെവിലിനെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് ഓടിച്ചെന്ന് അവളുടെ വാഹനത്തിന്റെ പുറകിൽ കയറി ഇവളും മിയയും കൂടെ അതിനുള്ളിലുള്ള ബോക്സിലേക്ക്, മറ്റൊരു യൂണിവേഴ്സിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള ബോക്സിലേക്ക് കയറി അങ്ങനെ വേറൊരു റിയാലിറ്റിയിലേക്ക് പോവാണ്. വീണ്ടും ബോക്സ് തുറന്ന് പുറത്ത് വരുമ്പോൾ ചുറ്റുപാട് പോലീസ് ഇല്ല, ഇവരുടെ ബോക്സ് ഉണ്ടായിരുന്ന വാഹനമില്ല. ലൊക്കേഷൻ അത് തന്നെയാണ്, ബട്ട് അന്തരീക്ഷം പഴയ പോലെ ഒന്നുമല്ല. ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ മിയയ്ക്കും വ്യക്തമായി പറഞ്ഞു കൊടുക്കണമല്ലോ. ഈ ഒരു ബോക്സ് യൂസ് ചെയ്ത് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. ദെൻ ഇരുവരും വീണ്ടും മുന്നോട്ട് പോകവേ ഇവരുടെ ബോക്സിന് കംപ്ലൈന്റ് ആയി. അതിന്റെ ഫ്യൂൽ കോർ അടിച്ചുപോയി. ഇതിപ്പോൾ വലിയൊരു പണിയായല്ലോ. ബോക്സ് ഇല്ലാതെ ഇനിയിപ്പോൾ ഇങ്ങനെ മറ്റൊരു യൂണിവേഴ്സിലേക്ക് ട്രാവൽ ചെയ്യും? ഇരുവരും ഈ യൂണിവേഴ്സിൽ ട്രാപ്പായി പോയോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ട്രാപ്പായി പോയി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഹീറോയിൻ ഐറീൻ മാത്രമല്ല ഇത്തരത്തിൽ പല പല യൂണിവേഴ്സിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. മറ്റൊരുപാട് പേര് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ട്രാവൽ ചെയ്യുന്ന ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ സാധിച്ചാൽ ഇവർക്ക് ഫ്യൂൽ കോർ കിട്ടും, വീണ്ടും ഇവർക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ ട്രാവൽ ചെയ്യുന്നവരെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിനൊരു കോഡുണ്ട്. ക്രോണിക്കിൾ എന്ന പത്രത്തിൽ ഈ കോഡ് വരും. അടുത്ത ദിവസം പത്രം വന്നു. നമ്മുടെ ഹീറോയിൻ അതിൽ നിന്ന് കോഡ് എടുത്ത് അവരെ കോൺടാക്ട് ചെയ്ത് ലൊക്കേഷൻ മനസ്സിലാക്കി അങ്ങോട്ട് ചെല്ലുന്നു. ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് ഉപയോഗിച്ച് ട്രാവൽ ചെയ്യുന്നവരാണ് ബില്ലിയും ട്രാവിസും. നമ്മുടെ ഐറീന്റെ പക്കലുള്ള പോലെ ചെറിയൊരു ബോക്സ് അല്ല ഇത് വലിയൊരു സെറ്റപ്പാണ്. ഇത്രയും വലുതായതുകൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ ക്യാരി ചെയ്തുകൊണ്ട് മറ്റങ്ങോട്ടേലും മാറുന്നത് അത്രത്തോളം ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. സോ ഏതൊരു യൂണിവേഴ്സിലേക്ക് ട്രാവൽ ചെയ്താലും ഇവർ ഈ ഒരു എക്സാക്ട് ലൊക്കേഷനിൽ തന്നെയായിരിക്കും. നമ്മുടെ ഹീറോയിന്റെ കയ്യിലുള്ള ബോക്സ് പോലെ വാഹനത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിട്ട് ഏത് പോയിന്റിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നോ അതേ പോയിന്റിൽ തന്നെ മറ്റു യൂണിവേഴ്സിൽ എത്തുക, അങ്ങനെ ഒരു ഫെസിലിറ്റി ഇതിൽ പറ്റില്ല. ഇവിടെ നമ്മുടെ ഐറീനും മിയയ്ക്കും ആവശ്യം ഫ്യൂൽ കോർ ആണല്ലോ. അത് ആവശ്യപ്പെട്ടപ്പോൾ അതിന് പകരമായിട്ട് ഇവർ ചോദിക്കുന്നതോ ഐറീൻ ഇത്രയും നാൾ ട്രാവൽ ചെയ്യാൻ ഉപയോഗിച്ച ബോക്സ്. ഐറീന്റെ പക്കലുള്ള ആ ബോക്സ് ആകുമ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും ക്യാരി ചെയ്തുകൊണ്ട് പോകാം. ആ ഒരു ബെനിഫിറ്റ് ഇവർക്ക് കിട്ടാൻ വേണ്ടി ആ ബോക്സ് കൊടുക്കണം. ആ ബോക്സ് കൊടുക്കുവാണെങ്കിൽ ഫ്യൂൽ കോർ കൊടുക്കാവുന്നതായി. ഐറീനും മിയയ്ക്കും വേണമെങ്കിൽ ഈ ഒരു വലിയ ബോക്സും യൂസ് ചെയ്യാമെന്ന്. കാര്യം നടക്കും, മറ്റ് യൂണിവേഴ്സിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അത്ര നല്ല ഡീലായിട്ട് ഐറീന് തോന്നിയില്ല. കുറെ മെനക്കേടാവുന്നേ. ഇപ്പൊ അത്യാവശ്യമായിട്ട് ട്രാവൽ ചെയ്യണം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് തിരിച്ചു വരേണ്ടി വരുമല്ലോ. ഓൾറെഡി അവൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബോക്സ് ആകുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അവൾ വിസമ്മതിച്ചു. പറഞ്ഞ് പൈസ കൊടുക്കാമെങ്കിൽ ഫ്യൂൽ കോർ കൊടുക്കാവുന്നതായി. ബില്ലിയൊക്കെ ചോദിക്കുന്നതോ $10,000. $500 കൊടുത്ത് ഡീൽ ഉറപ്പിക്കാന്ന് കരുതി കഴിഞ്ഞപ്പോൾ ഇവള് $10,000
എന്നൊക്കെ ചോദിക്കുന്നു. ഒന്നും രണ്ടും പറഞ്ഞ തർക്കമൊക്കെ ആയി. നമ്മുടെ ഐറീൻ്റെ പക്കൽ $2200 ഉണ്ട്, അത് വേണമെങ്കിൽ തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ബില്ലിയുടെ പക്കൽ റീഫർബിഷ്ഡ് ഫ്യൂൽ കോർ ഒരെണ്ണം ഉണ്ട്, അത് കൊടുക്കാമെന്നായി. അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ, എന്തായാലും മറ്റൊരു യൂണിവേഴ്സിലേക്ക് ട്രാവൽ ചെയ്തല്ലേ പറ്റുള്ളൂ, വേറെ വഴിയില്ലാതെ ഇവർക്കും സമ്മതിക്കേണ്ടി വരുന്നു. എല്ലാം പറഞ്ഞ് ഓക്കെ ആക്കി അവിടുന്ന് പുറത്തിറങ്ങുന്ന ബില്ലിയും ട്രാവിസും ഈ വലിയ മെഷീൻ ഉണ്ടല്ലോ, അവർ ഇത്രയും കാലം യൂസ് ചെയ്തിരുന്ന ഈ വലിയ ബോക്സ് ഇതങ്ങ് ഓൺ ചെയ്തെന്നേ മറ്റൊരു യൂണിവേഴ്സിലേക്ക് നമ്മുടെ ഹീറോയിനെയും മിയയും അയക്കാൻ ശ്രമിക്കുകയാണ്. വെപ്രാളത്തിൽ മിയ ആ മെഷീന്റെ മെയിൻ പാർട്ട് ഫ്യൂൽ കോർ ഒക്കെ ഇരിക്കുന്ന ഭാഗം വലിച്ചു പൊട്ടിച്ചു. വലിയൊരു പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായി. ആ ഗ്യാപ്പിൽ ഐറീനും മിയയും ഓടി പുറത്തിറങ്ങി. ഇത്രയും നാൾ ഐറീൻ യൂസ് ചെയ്തിരുന്ന ഇവരുടെ ബോക്സുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ബില്ലിയും ട്രാവിസുമായിട്ട് അടിയായി. ബില്ലി മിയയുടെ കഴുത്തിൽ കത്തി വെച്ചിരുന്നെങ്കിലും പുള്ളിക്കാരി അത് തട്ടി മാറ്റി ആ കത്തി പിടിച്ചു വാങ്ങി. ബില്ലിയുടെ മുഖം താഴേന്ന് മുകളിലോട്ടങ്ങ് മുറിച്ചു. ഐറീൻ ആവട്ടെ ട്രാവിസിനെ വെടിവെച്ചു കൊന്നു. ബില്ലിയെ കൊല്ലാൻ വന്നപ്പോൾ മിയ ഇവളോട് അവളെ കൊല്ലണ്ട, വിട്ടേക്കാൻ പറഞ്ഞു. ഇവർക്ക് ആവശ്യമുള്ള ഫ്യൂൽ കോർ അവരുടെ പക്കലുണ്ടായിരുന്നു, അതും എടുത്ത് ഇരുവരും യാത്ര തിരിച്ചു. ദെൻ മിയയ്ക്ക് ഷൂട്ടിംഗ് പ്രാക്ടീസ് ഒക്കെ കൊടുത്തു. 4-5 തവണ തുടർച്ചയായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം ടാർഗറ്റിൽ കൊള്ളും. ഈ യൂണിവേഴ്സിൽ നെവിൽ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ, അവനെ എന്തായാലും തീർക്കണമെന്നുള്ള വാശിയുണ്ട് രണ്ടാൾക്കും. അതിനൊക്കെ മുന്നേ ഇരുവരും ഈ യൂണിവേഴ്സിലെ ഐറീൻ്റെ വീട്ടിലാണ് ചെല്ലുന്നത്. വീട്ടിൽ ആരും ഉണ്ടാവത്തില്ല, ഈ യൂണിവേഴ്സിലെ ഐറീൻ വീട് ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകുമെന്ന് ഐറീൻ ഓൾറെഡി പറയുന്നുണ്ട്. ഐറീൻ്റെ മകളുടെ മരണം, മകളുടെ കൊലപാതകം അവളെ വളരെ മോശമായി അഫക്റ്റ് ചെയ്തിരുന്നു. ഇവളുടെ യൂണിവേഴ്സിലാണെങ്കിലും വീട് ഉപേക്ഷിച്ച് മറ്റെങ്ങോട്ടോ പോകാൻ അവൾ തീരുമാനിച്ചിരുന്നു. അത് തന്നെയാണ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ള എല്ലാ യൂണിവേഴ്സിലും കണ്ടിട്ടുള്ളത്. ഐറീൻ പലയിടങ്ങളിലും ജീവനോടെ ഇല്ല, പലയിടങ്ങളിലൊക്കെ വീട്ടിലില്ല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ്. ഇവിടെ ആവട്ടെ ഐറീൻ വീട് വിട്ടുപോയതല്ല, ജീവിതം അവസാനിപ്പിച്ചതാണ്. അവൾക്ക് സ്വന്തം എന്ന് പറയാൻ മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മകളുടെ മരണം അവളെ അത്രത്തോളം തളർത്തി കളഞ്ഞു. ലൈഫ് ലിറ്ററലി പോയിന്റ്ലെസ് ആയി. തനിക്ക് ആരുമില്ല, ഒന്നുമില്ല, ഇനി തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള സാഹചര്യമായി. എത്ര മനക്കട്ടിയുള്ള മനുഷ്യനാണെങ്കിലും ഇനി മുന്നോട്ട് ഒന്നുമില്ല, എല്ലാം പോയിന്റ്ലെസ് ആണ് എന്ന് തോന്നുന്ന മൊമെന്റിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുമല്ലോ. ഇത്രത്തോളം യൂണിവേഴ്സുകളിൽ ഐറീൻ അവളുടെ ജീവിതം അവസാനിപ്പിച്ചു. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. എന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ ഐറീൻ മാറി ചിന്തിച്ചു? കാരണം മൾട്ടിവേഴ്സ് ട്രാവലും ഈ ബോക്സും ഒക്കെയാണ്. ഇങ്ങനെ ഒരു ഇൻവെൻഷൻ ഇവളുടെ യൂണിവേഴ്സിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇവൾക്ക് അവിടെ ഒരു പർപ്പസ് ഉണ്ട്. മറ്റ് യൂണിവേഴ്സിൽ പോവാം, അവിടെ തൻ്റെ മകൾ ജീവനോടെ ഉണ്ടെങ്കിൽ അവിടെ ജീവിക്കാം, അങ്ങനെയൊക്കെയുള്ള തീരുമാനത്തിലേക്ക് വന്നു. പക്ഷേ ഇതുവരെ ട്രാവൽ ചെയ്ത് ചെന്നിട്ടുള്ള ഒരൊറ്റ യൂണിവേഴ്സിൽ പോലും ഇവളുടെ മകൾ ജീവനോടെ ഇല്ല. അതാത് യൂണിവേഴ്സുകളിലെ നെവിൽ ഇവളുടെ മകളെ കൊന്നിട്ടുണ്ട്. അവിടെ ഒക്കെ ചെന്ന് അവനോട് പ്രതികാരം ചെയ്ത് അവനെ കൊന്നു അതങ്ങ് ശീലമായി. ഇപ്പം അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. ഇപ്പം വന്ന് താനൊരു മനുഷ്യനുള്ളതായി, തനിക്ക് മനുഷ്യത്വത്തോടെ ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലായി എന്നൊക്കെ പറയുന്നുണ്ട്. നെവിലിനെ കൊല്ലണമെന്നുള്ള വാശിയിൽ നിൽക്കുന്ന മിയയ്ക്കും ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചുകൂടാ. ഇദ്ദേഹത്തിൽ പ്രതികാരത്തിൽ അഡിക്റ്റ് ആയി പൊക്കൂടാ എന്നുള്ളത് കൊണ്ടാണ് ഐറീൻ മിയയെ പരമാവധി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത്. ഇങ്ങനെ വിശദമായിട്ട് ഐറീൻ അവളുടെ അവസ്ഥ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. പഴയ ഐറീൻ അല്ല ഇവൾ, ഒരുപാട് മാറിപ്പോയി, ഈ അവസ്ഥ ഇവൾക്ക് വരരുതെന്നൊക്കെ അത്രയും ഇമോഷണലായിട്ട് പറഞ്ഞിട്ടും ഇതൊന്നും മാഡത്തിന്റെ തലയിൽ കയറുന്നില്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല, ആ പ്രായത്തിൽ എത്തിയിട്ടില്ലെന്ന് കരുതിയാൽ മതി. അവനെ കൊന്നേ പറ്റൂന്ന് ഇപ്പോഴും. അതുകൊണ്ട് മിയ കിടന്നുറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവൾ ഉറങ്ങിയെന്ന് ഉറപ്പായതിനു ശേഷം നെവിലിനെ കൊല്ലാനായിട്ട് നെവിലിന്റെ വീട്ടിലേക്ക് പോവാണ് ഐറീൻ. നെവിലിന്റെ വീടിനകത്ത് കയറി അവന്റെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, അവൻ കൊല്ലുന്ന കുട്ടികളുടെ മുടി എടുത്ത് കെട്ടിവെക്കുന്ന ബോക്സ്, അത് തുറന്നു നോക്കിയപ്പോൾ ഇത്തവണ 13-ാം നമ്പർ മുടി അതിനകത്തുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഐറീൻ വല്ലാണ്ടങ്ങ് പേടിച്ചു. 13-ാമതായിട്ട് അവൻ പിടിച്ചു വെച്ചിരുന്നത് മിയയല്ലേ? ആ ഒരു ആശങ്കയോടെയും പേടിയോടെയും ആ വീടിന്റെ ബാത്റൂം തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് മിയയുടെ ഡെഡ് ബോഡി. വേഗം തിരികെ ചെന്ന് ഐറീന്റെ വീട്ടിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന മിയയെ തലോടുന്നൊക്കെയുണ്ട്. സ്വന്തം മകളെ നഷ്ടപ്പെട്ടു, ഇപ്പൊ കൂടെയുള്ള മിയയെ കൂടെ നഷ്ടപ്പെടുത്താൻ വയ്യ. ആ ഒരു പേടി ഉള്ളിൽ തട്ടിയിട്ട് പുള്ളിക്കാരി കുറച്ചങ്ങ് വിറച്ചു പോയി എന്ന് പറയാം. അടുത്ത ദിവസം മിയയെ കൂട്ടിക്കൊണ്ടുപോയി ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കുന്നു. ഇതിനോടകം ഇവളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ട്. ഇവളെ അങ്ങ് ഇഷ്ടപ്പെട്ടെന്നേ. ഇനി എല്ലാം അവസാനിപ്പിച്ചേക്കാം. പല യൂണിവേഴ്സുകളിലേക്ക് ട്രാവൽ ചെയ്ത് അവനെ കൊന്നുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇവൾക്ക് ഒരു നല്ല ജീവിതമുണ്ട്. ഇവളുടെ ഒറിജിനൽ യൂണിവേഴ്സിൽ, മിയയുടെ യൂണിവേഴ്സിൽ കൊണ്ട് വിട്ടേക്കാമെന്നൊക്കെയാണ് ഐറീൻ പറയുന്നത്. എന്താ ഇപ്പം ഇങ്ങനൊരു തീരുമാനം എന്ന് ചോദിച്ചു വന്നപ്പോൾ ഈ യൂണിവേഴ്സിലെ മിയയെ ഓൾറെഡി അവൻ കൊന്നു കളഞ്ഞു എന്നുള്ള കാര്യം പറയേണ്ടി വന്നു. മിയ അത് മനസ്സിലാക്കി. അതും കൂടെ കേട്ടപ്പോൾ മിയയ്ക്ക് കൺട്രോൾ പോയി. എന്തായാലും അവനെ കൊന്നിരിക്കണം, അവനെ കൊന്നേ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ച് ഐറീനോട് തർക്കിച്ച് എന്തൊക്കെ പറഞ്ഞിട്ട് ഐറീൻ സമ്മതിക്കാതെ വന്നപ്പോൾ അവിടെ വെച്ച് ബഹളം ഉണ്ടാക്കി ഐറീൻ തന്നെ കിഡ്നാപ്പ് ചെയ്തതാണ്, തട്ടിക്കൊണ്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു. മിയയുടെ ഒരുമാതിരി മറ്റിടത്തെ സ്വഭാവമല്ലേ, ഒരിത്തിരി സ്നേഹം കാണിക്കാന്ന് വെച്ചാൽ അതും സമ്മതിക്കുകയില്ല. റെസ്റ്റോറൻറ്റിലുള്ളവരൊക്കെ അലേർട്ടായി അവർ പോലീസിനെ വിളിച്ചപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഐറീൻ ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. പോലീസിന്റെ പിടിയിൽ പെടാതെ ഇവിടെ നിന്ന് ഓടിപ്പോയി വേറൊരു യൂണിവേഴ്സിലേക്ക് ട്രാവൽ ചെയ്യുക, തൽക്കാലം രക്ഷപ്പെടാൻ അത് മാത്രമല്ലേ ഉള്ളൂ വഴി. അങ്ങനെ രണ്ടാളും സ്പ്ലിറ്റായി. മിയ ആവട്ടെ ഒറ്റയ്ക്ക് നെവിലിനെ കൊല്ലാൻ തീരുമാനിച്ചിറങ്ങുവാണ്. വേറൊരു യൂണിവേഴ്സിലെത്തിയ ഐറീൻ ആവട്ടെ ആകെ അങ്ങ് ടെൻസ്ഡായി. മറ്റാരോടെങ്കിലും സംസാരിച്ചേ പറ്റുള്ളൂ എന്നൊരു സാഹചര്യമായിട്ട് ജോനത്തിനോട് സംസാരിക്കാൻ ഓടി ചെല്ലുന്നുണ്ട്. പക്ഷേ വെപ്രാളത്തിൽ നേരത്തെ ഇവനെ പരിചയമുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു വന്നപ്പോൾ അത് ശരിയായില്ല, വർക്കൗട്ടായില്ല. ദെൻ നെവിൽ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ ചെന്നു. അവിടുത്തെ ഡബ് എന്ന സ്ത്രീയോട് ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ കഴിഞ്ഞ 15 വർഷമായിട്ട് നെവിൽ ജയിലിലാണെന്നാണ് ഇവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു യൂണിവേഴ്സ്. 15 വർഷമായിട്ട് നെവിൽ
ജയിലിൽ കിടക്കുന്നൊരു യൂണിവേഴ്സ്. അങ്ങനെയെങ്കിൽ 15 വർഷമായിട്ട് അവൻ ഇവിടെ കൊലപാതകങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇവളുടെ മകൾ ഉൾപ്പെടെ അവൻ കൊന്നിട്ടുള്ള പെൺകുട്ടികളൊക്കെ ജീവനോടെ ഉണ്ട്. സമയം കളയാതെ നേരെ ഐറീൻ്റെ വീട്ടിലേക്ക് പോയി. ദേ ഇവിടെ ഈ റിയാലിറ്റിയിൽ ഐറീനും അന്നയും ഹാപ്പി ആയിട്ട് അവരുടെ വീട്ടിൽ അങ്ങനെ ജീവിക്കുന്നു. ആഫ്റ്റർ ഓൾ ദിസ് ഈ ഒരു യൂണിവേഴ്സിൽ ഫൈനലി തൻ്റെ മകളെ വീണ്ടും അവൾക്ക് കാണാൻ പറ്റിയല്ലോ. ഒരുപാട് സന്തോഷത്തിൽ അങ്ങനെയും നോക്കി നിന്നു. അന്ന പുറത്ത് വന്നപ്പോൾ അവളുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. എന്താ അമ്മ, എന്താ പുറത്ത് വന്നേ? അത് മോളെ, ഞാൻ നിൻ്റെ അമ്മയല്ല, ഞാൻ വേറൊരു വേർഷനാണ്. ഞാൻ നിന്നെ ഒത്തിരി മിസ് ചെയ്തു. നീ സൂക്ഷിക്കണേ. സ്ട്രേഞ്ചേഴ്സിനോടൊന്നും സംസാരിക്കല്ലേ മോളെ. എന്നിങ്ങനെയൊക്കെ ഇവള് പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നു എന്ന് കുട്ടിക്ക് തോന്നി തുടങ്ങിയപ്പോൾ ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയാനില്ല. തിരിച്ചു പോയി മിയയെ രക്ഷിക്കണം എന്ന് മനസ്സിലാക്കി തിരിച്ചു പോവാണ്. മിയയുടെ സ്വഭാവം അനുസരിച്ച് എന്തായാലും അവൾ അവിടെ കുഴപ്പമാക്കിയിട്ടുണ്ടാവും. അവൻ്റെ വായി ചെന്ന് കയറി പ്രശ്നമാക്കിയിട്ടുണ്ടാവും എന്ന് ഇവൾക്ക് ഉറപ്പാണ്. മിയ ഉള്ള യൂണിവേഴ്സിൽ, നമ്മുടെ മിയ ഇപ്പോൾ ഉള്ള യൂണിവേഴ്സിൽ ഇവിടുത്തെ മിയയെ കൊന്ന നെവില് അവളുടെ ബോഡി ഡിസ്പോസ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മിയ അതിനിടെ ചെന്ന് കയറി ഒരു തവണ അവൻ്റെ തോളിൽ വെടിവെക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഇവളുടെ എടുത്തുചാട്ടം പണി കൊടുത്തു. നെവിൽ ഇവളെയും അടിച്ചിട്ട് ഓൾറെഡി അവൻ കൊന്നു കളഞ്ഞ അവിടുത്തെ മിയ വേർഷൻ്റെ കൂടെ ഡിക്കിയിലെടുത്തിട്ട് രണ്ടുപേരെയും ഡിസ്പോസ് ചെയ്യാൻ കൊണ്ടുപോവാണ്. രണ്ടാളെയും കാണാൻ ഒരേപോലെ ഉള്ളതുകൊണ്ട് ഇത് ട്വിൻസ് ആണ്. ഇവൻ ഓൾറെഡി കൊന്നു കളഞ്ഞ മിയയുടെ ട്വിൻ സിസ്റ്ററാണ് ഇവളെന്നാണ് അവൻ വിചാരിച്ചത്. ഐറീൻ തിരിച്ച് ഈ യൂണിവേഴ്സിലെത്തി. നെവിലാവട്ടെ ബോഡിയൊക്കെ അവൻ ഡിസ്പോസ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് ചെന്ന് ജീവനോടെയുള്ള നമ്മുടെ മിയയെ പിടിച്ചൊരു ബാരലിനകത്താക്കി വെള്ളത്തിൽ തള്ളിയിട്ട് അവളെയും കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ഐറീൻ അവിടെ എത്തി അവനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവനാവട്ടെ ആ ബാരൽ മൊത്തത്തിൽ വെള്ളത്തിൽ തള്ളിയിട്ടു. ഐറീൻ മിയയെ രക്ഷപ്പെടുത്താൻ ഓടി ചെന്നപ്പോൾ ദേ അവളുടെ കാലൊരു ട്രാപ്പിൽ കുടുങ്ങി. ഈ ഏരിയ അങ്ങിങ്ങായിട്ട് മൊത്തം ട്രാപ്പ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ കാലും മുറിഞ്ഞ് ഒടുക്കത്തെ വേദന. ഐറീൻ വേദന എടുത്തൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മിയയുടെ ബാരലിലേക്ക് വെള്ളവും കയറി തുടങ്ങി. രണ്ടാളും പെട്ടുപോയി എന്ന് തന്നെ പറയാം. ഇത്രയും യൂണിവേഴ്സ് ട്രാവൽ ചെയ്ത് ഇവിടെ വരെ വന്ന് ഇവന്റെ കൈ കൊണ്ട് മരിക്കേണ്ട അവസ്ഥയായല്ലോ. മിയ അകപ്പെട്ട ബാരൽ ആ റിവറിന്റെ അടിത്തട്ടിൽ ചെല്ലുമ്പോൾ ഇതുപോലെയുള്ള മറ്റു കുറച്ച് ബാരൽസ് അവിടെ കാണാം. കാര്യം മനസ്സിലായല്ലോ. ഇതിനു മുമ്പ് അവൻ കൊന്നിട്ടുള്ള പെൺകുട്ടികളുടെ ശവങ്ങളാണ് അതിൽ. ട്രാപ്പിൽ കാല് കുടുങ്ങി പെട്ട് കിടക്കുന്ന ഐറീനെ വലിച്ചെടുത്തുകൊണ്ട് പോയി ആ ട്രാപ്പിന്റെ ഒരു സൈഡിൽ വെയിറ്റ് ആടി ഇത് വെള്ളത്തിലേക്ക് തള്ളിയിടുവാണ്. അവൾ വെള്ളത്തിലേക്ക് വീഴാതെ അങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ ഇവൻ ആളെ മനസ്സിലായി. നീ ഞാൻ കൊന്നിട്ടുള്ള ഏതോ കൊച്ചിന്റെ അമ്മയല്ലേ? നിന്റെ മകളുടെ അതേ കണ്ണുകളാ നിനക്ക്. ഇപ്പൊ നിന്റെ മരണവും എന്റെ കൈ കൊണ്ടായി എന്ന് പറഞ്ഞ് ഇവളെയും തള്ളിയിടും. എല്ലാം അവസാനിച്ചു, ഇവിടം കൊണ്ടെല്ലാം തീർന്നു എന്ന് കരുതിയിരിക്കുമ്പോൾ ദേ നെവില് വെള്ളത്തിലേക്ക് വീഴുന്നു. അവന്റെ ശരീരത്തു നിന്ന് ബ്ലഡ് ഒഴുകുന്നുണ്ട്. അവനെ ആരോ കുത്തി വെള്ളത്തിലേക്ക് തള്ളിയിട്ടതാണ്. മറ്റാരുമല്ല, നമ്മുടെ മിയ തന്നെ. ജീവനോടെയാണല്ലോ ഇവളെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടത്. അതുകൊണ്ട് തന്നെ ബാരൽ ചവിട്ടി തുറന്ന് പുള്ളിക്കാരിക്ക് പുറത്തു വരാൻ പറ്റി. വെള്ളത്തിൽ ചാടി ഐറീന്റെ കാല ട്രാപ്പിൽ നിന്ന് ഊരി അവളെയും രക്ഷപ്പെടുത്തി വീട്ടിൽ വരുന്നു. ഐറീന്റെ വീട്ടിൽ വരുന്നു. എല്ലാം അവസാനിപ്പിക്കേണ്ട സമയമായി. രണ്ടാൾക്കും അത് വ്യക്തമായി ബോധ്യമായി. ഇനി മറ്റൊരു യൂണിവേഴ്സിലേക്ക് ട്രാവൽ ചെയ്യേണ്ടാൻ തീരുമാനിച്ച് ഇവർ ഇത്രയും നാൾ ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്ത ഒരു ബോക്സ് തന്നെ കത്തിച്ച് കളഞ്ഞു. സ്വന്തം മകളല്ലെങ്കിലും ഐറീൻ ഇപ്പം മകളായിട്ട് മിയ കൂടെ ഉണ്ടല്ലോ. ഇനിയും മുന്നോട്ട് ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകാം എന്ന മട്ടിലിരിക്കുന്ന ഐറീനെയും മിയയെയും കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. സംഭവം മൾട്ടിവേഴ്സ് ഒക്കെ ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഫിക്ഷൻ സൈഡിലോട്ട് ഒരുപാട് പോയിട്ടില്ല. ഇമോഷൻസിനൊക്കെ പ്രാധാന്യം കൊടുത്തൊരു സിനിമയാണ്. എല്ലാ കൂട്ടുകാർക്കും കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തറിയിക്കാനും ഇതുപോലെയുള്ള കൂടുതൽ കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. മറ്റൊരു ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി കാണാം. ടേക്ക് കെയർ.